ഇനി മുന്നോട്ട് തമിഴ് ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് ഞാനും ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തംബ്നെയിലിൽ എന്തുകൊണ്ടാണ് അനുമോളുടെ ഫോട്ടോ വെച്ചിരിക്കുന്നതെന്ന്. അനുമോളെ പോലെ തന്നെയുള്ള ഒരു ക്യാരക്ടർ തമിഴ് ബിഗ് ബോസിലുണ്ട്. പാർവതി എന്നാണ് പേര്. 42ാമത്തെ എപ്പിസോഡിൽ വിജയ് സേതുപതി പല കാര്യങ്ങൾ പാർവതിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ അനുമോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ടതായിരുന്നു എന്ന് തോന്നാത്തവർ വളരെ വിരളമായിരിക്കും. അപ്പം അതാണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനുമോളുടെ ഫോട്ടോ ഞാനിപ്പോൾ വെക്കാനുള്ള കാരണവും. അനുമോൾ മലയാളം ബിഗ് ബോസിൽ ചെയ്തതുപോലെ തന്നെ പാർവതി എന്നൊരു കണ്ടസ്റ്റന്റ് ഉണ്ട് തമിഴ് ബിഗ് ബോസിൽ. പുള്ളിക്കാരിയും ഈ സെയിം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബോഡി ഷേമിങ്, മറ്റുള്ളവരെ കുറിച്ച് വൃത്തികേടുകൾ പറയുക, അത് ലേബലായിട്ട് ഒട്ടിക്കുക, അത് പതിവ് വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും പിന്നെയും ലൈവിലായിക്കോട്ടെ എപ്പിസോഡിലായിക്കോട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഈ പ്രേക്ഷകർ അവരെ കാണുന്ന കാഴ്ചപ്പാടുകൾ മാറും. പല സിറ്റുവേഷൻ വരുമ്പം ഈ പാർവതി പറയുന്നത് പോലെ എന്ന് ചിന്തിച്ചേക്കാം. സോ വിജയ് സേതുപതിയെ അടക്കം കള്ളത്തുടർവുണ്ട് എന്ന് പറഞ്ഞൊരു വിക്രമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കള്ളത്തുടർവുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വിജയ് സേതുപതി സംസാരിക്കുന്നത് എന്നടക്കം പാർവതി പറഞ്ഞിട്ടുണ്ട്. അതിനെ അടക്കം നല്ല രീതിയിൽ കൊട്ടുകൊടുക്കുന്നുണ്ട് പാർവതിക്ക് വിജയ് സേതുപതി. ഈവൻ മലയാളം ബിഗ് ബോസിലായിക്കോട്ടെ അക്ബറിനെ സോഫ്റ്റ് കോർണർ ചെയ്തിട്ടാണ് എല്ലാ ആഴ്ചയും സംസാരിക്കുന്നതെന്നൊക്കെ ഒരു ചർച്ച അനുമോളും നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇതിനെയൊക്കെ നല്ല വെട്ടുകൊടുക്കുന്ന വിധത്തിൽ വിജയ് സേതുപതി 42ാമത്തെ എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്. ഈ അനുമോള് തമിഴ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ 100 ദിവസം നിൽക്കുന്നതിലല്ല, ക്യാരക്ടറിൽ മാറ്റം വന്നേനെ, ഈ പല വൃത്തികേടുകൾ പറയുന്നത് നിന്നേനെ, സോറി പറയാൻ പഠിച്ചേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അനുമോളുടെ ഫോട്ടോ തംബ്നെയിലിൽ തന്നെ വെച്ചത്. ഇനി നമുക്ക് തമിഴ് ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും ചർച്ച ചെയ്യാം. ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഓരോ ദിവസത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതുവരെയുള്ള അവരുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ തിരുത്തലുകളോ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സാന്ദ്രനെ കുറിച്ചാണ്. സാന്ദ്ര ഒരു മലയാളിയാണ്, ഇടുക്കിക്കാരിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീക്രട്ട് ടാസ്കിനെ കുറിച്ച്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 36ാമത്തെ എപ്പിസോഡ് കണ്ടാലറിയാം. അത് സൂപ്പറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സീക്രട്ട് ടാസ്ക് ആണ് സാന്ദ്ര ചെയ്തത്. അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഹോട്ടൽ ടാസ്ക് ഉണ്ടായിരുന്നു. മലയാളത്തിലുണ്ട് ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത്. ആ ടാസ്കിൻ്റെ അകത്തൊരു സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണ്. അവരുടെ ഏതെങ്കിലും ഒരു ഹെഡ്, അതായത് കുറച്ച് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഹെഡ് രാജിവെച്ച് പോവുക, അല്ലെങ്കിൽ മാനേജർ രാജിവെച്ച് പോവുക, അല്ലെങ്കിൽ ഈ കുറച്ച് ടീമുകളിലുള്ളതിൽ അവരെ ടീം മാറ്റുക. ഈ കാര്യങ്ങളാണ് സാന്ദ്ര ചെയ്യേണ്ടിയിരുന്നത്. സാന്ദ്ര അത് ചെയ്തത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് പുള്ളിക്കാരിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നിടത്ത് പിന്നെ ഈ പാർവതി കാരണം ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലേക്ക് സാന്ദ്ര മാറുന്നുണ്ട്. സോ അങ്ങനെ ചെയ്ത ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. പുള്ളിക്കാരി എന്നിട്ട് ആ ഒരു എപ്പിസോഡിൽ കാണാമായിരുന്നു ഒരു ഗാംഭീര്യം. അവസാനം കാലുമേ കാല് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഗെയിം ഓവർ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അബ്സല്യൂട്ട്ലി സിനിമാറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ആഴ്ചയിലേക്ക് സാന്ദ്ര വരുമ്പോൾ വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് അവർക്ക് കുക്കിംഗ് ടീമിലേക്ക് പോവാം, ക്ലീനിങ് ടീമിലേക്ക് പോവാം, നമ്മുടെ ബാത്റൂം ടീമിലേക്ക് പോവാം. അപ്പം ഇഷ്ടമുള്ള ടീമിലേക്ക് പോയിട്ട് അവർ മാക്സിമം എൻജോയ് ചെയ്തൊരു വീക്കാക്കി മാറ്റാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ പോയിന്റ് കിട്ടും. പക്ഷേ ഈ കുക്കിംഗ് ടീമിലേക്കാണ് സാന്ദ്ര പോയത്. കുക്കിംഗ് ടീമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരം കുക്ക് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റും പരിപാടികളും മറ്റ് ടീമിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അതായത് ക്ലീനിങ് ടീം ആയിക്കോട്ടെ ബാത്റൂം ടീം ആയിക്കോട്ടെ, അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കിച്ചൺ ടീമിന് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം രാവിലത്തെ ഫുഡ്, ഉച്ചത്തെ ഫുഡ്, രാത്രിത്തെ ഫുഡ്, അതിൻ്റെ ഇടയ്ക്ക് ഇവർ പറയുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതായത് ക്ലീനിങ് ടീം ആയിക്കോട്ടെ ബാത്റൂം ടീം ആയിക്കോട്ടെ അവർ പറയുന്നത് ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നു, അതിനനുസരിച്ചുള്ള പോയിന്റും ഇവർക്ക് കിട്ടുന്നില്ല. പോയിന്റ് ലഭിക്കുന്നവർക്ക് ആ ടീമിന് മൊത്തമായിട്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പങ്കെടുക്കാൻ പറ്റും. അതാണ് ഇവർക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവരിങ്ങനെ പോയിന്റ് കൊടുക്കാതിരിക്കുമ്പോൾ, ബാത്റൂം ടീം ആയിക്കോട്ടെ ക്ലീനിങ് ടീം ആയിക്കോട്ടെ, ഇങ്ങനെ പോയിന്റ് കൊടുക്കാതിരിക്കുമ്പോൾ കുക്കിംഗ് ടീം പ്ലാൻ ചെയ്യുകയാണ് ഇവരൊരു പാഠം പഠിപ്പിക്കണം. അതായത് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കും, ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കും, രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കും, മറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അതായത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് ചെയ്തു കൊടുക്കില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്ന്. അങ്ങനെ ഇവർ പഠിക്കുമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നു രാത്രി കൂടിയിരുന്നിട്ട്. ഇത് രാവിലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പം ഈ സാന്ദ്രയാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ. സാന്ദ്ര ഇവർക്ക് ഓരോ യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ധരിക്കാതെ വിക്രമായിട്ട് ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ദ്രയ്ക്ക് അന്നത്തെ ദിവസം പീരീഡ്സ് ആണ് എന്നാണ് പറയുന്നത്. അതിൻ്റെയും കൂടെ ദേഷ്യമാണെന്ന് തോന്നുന്നു. അപ്പം അവരുടെ ആ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് വിക്രം മാറി നിൽക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് എല്ലാവരും യൂണിഫോം ധരിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനെന്ന്. അപ്പം വിക്രം ഇത് ഏറ്റെടുക്കുന്നു, വിക്രത്തിൻ്റെ ടീം ഇത് ഏറ്റെടുക്കുന്നു. വിക്രമാണ് നമ്മുടെ ക്ലീനിങ് ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ടൊരു ആക്കുന്ന രീതിയിൽ പാട്ടൊക്കെ പാടിയിട്ട് അപ്പോൾ സാന്ദ്ര ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞു കയറുന്നുണ്ട്. യൂണിഫോം ധരിച്ചിട്ട് വർക്ക് ചെയ്യാൻ സാന്ദ്രയോട് ആവശ്യപ്പെടുകയാണ് വിക്രം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റൂളാണ്. അത് ചെയ്തില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാന്ദ്രയ്ക്കാണ് പണി കിട്ടാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സാന്ദ്ര അത് ഇട്ടിട്ട് പണി ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു.
സാന്ദ്ര എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യത്തിൽ ഇത് ഇടാതെ കുറേ നേരം നടക്കുന്നു. അപ്പം നമ്മുടെ കനി ഇവരുടെ ടീമിലൊരു മെമ്പറാണ്, നമ്മുടെ കുക്കിംഗ് ടീമിലെ. കനിക്ക് ഇത് ദേഷ്യം പിടിക്കുന്നു. കനി പറയുന്നു, ഇനി ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും കേൾക്കില്ല, ഇത് ധാർഷ്ട്യത്തിൻ്റെ പേരിലാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഇവർ ഇന്നലെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കനി എല്ലാവർക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനി അവിടെ ഒറ്റയ്ക്ക്, ബാക്കി ടീംമേറ്റ്സൊക്കെ അവിടെ വേറെ ഒറ്റയ്ക്ക്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാന്ദ്ര ചെയ്യേണ്ടിയിരുന്നത് ആ കോട്ടിടുക, അതായത് അവർക്ക് കൊടുത്ത് യൂണിഫോം ഇട്ടിട്ട്, അത് ബിഗ് ബോസിൻ്റെ റൂളാണ്, അതിൻ്റെ അകത്താണ് ഇവർ പിടിച്ചിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ദ്രയ്ക്ക് അവസാനം പ്രശ്നമായി മാറുകയുള്ളൂ. അത് ഇന്നത്തെ ദിവസം വിജയ് സേതുപതി ചൂണ്ടിക്കാണിക്കണം തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ യൂണിഫോം ഇട്ടിട്ട് ഈ അവർ വേണ്ടിയിരുന്ന, അതായത് രാവിലത്തെ ഫുഡ് കൊടുത്തതിന് ശേഷം അവർക്കുണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ നന്നായനെ എന്ന് എനിക്ക് തോന്നി. അവരൊരു പാഠം പഠിപ്പിച്ചതിന് ശേഷം ഇതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി തരാതിരുന്നേ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഇത് അവിടെ നിന്ന് എസ്കലേറ്റ് ആയിട്ട് ഇവർ വേറെ ടീമായിട്ട് തിരിഞ്ഞു. ഇവർക്ക് പോയിന്റ്സ് കിട്ടുന്നില്ല. അപ്പം ബാക്കി ബാത്റൂം ടീമും ക്ലീനിങ് ടീം ഒരു ടീമായി, പിന്നെ കുക്കിംഗ് ടീം ഒരു ടീമായി, കനി അവിടെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന രീതിയിലും ആയി മാറി. സോ ഇതാണ് സംഭവിച്ചത്. പിന്നെ സാന്ദ്ര വേറൊരു കാര്യം കൂടെ ചെയ്തു. ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളുത്തുള്ളിൻ്റെ തോലില്ലേ എല്ലായിടത്തും ഇങ്ങനെ വിതറിയിട്ടു. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നില്ല. കുറച്ചൊക്കെ ഇടുന്നതിൽ കുഴപ്പമില്ല. അത് മറ്റ് ടീംമേറ്റ്സിൻ്റെ ഭാഗത്തുണ്ട്. ക്ലീനിങ് ടീമിന് പറഞ്ഞാൽ മതി, നിങ്ങൾ കിച്ചണിലുള്ള ആൾക്കാരാണ്, കിച്ചണിലുള്ളത് അവിടെ നിന്ന് തൊലി പൊളിക്കണം, അവിടെ ഉള്ളത് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യണമെന്ന് പറയാൻ ഒരാൾക്കും ധൈര്യം കാണിച്ചില്ല. സാന്ദ്ര ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവിടെ നിന്നും കൈവിട്ടുപോയി. ആ ദേഷ്യത്തിൻ്റെ പേരിലായിരിക്കും അവിടെ നിന്നും കൈവിട്ടുപോയി. മിക്കവാറും ഈ ആഴ്ച സാന്ദ്രയ്ക്ക് നല്ല രീതിയിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് സാന്ദ്രനെ കുറിച്ച് പറയാനുള്ളത്. സാന്ദ്ര ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. അതുപോലെ തന്നെ വന്നതാണ് അമിത് എന്ന് പറയുന്ന വ്യക്തി. അമിത് ഒരു പാവത്താനാണ്. പുള്ളിക്കാരൻ എന്താണ് ആ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ നിന്ന് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി പറയാനുള്ളത് അറോറയെ കുറിച്ചാണ്. അറോറ 10-35 ദിവസമായിട്ട് ഒന്നും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. തുഷാർ എന്ന് പറയുന്ന വ്യക്തിയെ നല്ലൊരു വ്യക്തിയായിരുന്നു. പുള്ളിക്കാരന് പല കാര്യങ്ങളിൽ ഇടപെടാൻ അറിയാവുന്ന, നന്നായി സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഈ അറോറ കാരണം ഔട്ടായി പോയ ഒരു വ്യക്തിയാണ് തുഷാർ എന്ന് പറയുന്നത്. പുള്ളിക്കാരിക്ക് ആരെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത് അറോറനെയാണ്, അറോറയ്ക്ക് ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം വേറൊരാളെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പേര് എന്ന് പറയുന്നത് കമറുദ്ദീനായിട്ടാണ് കൂടുതൽ കമ്പനി. എന്നിട്ട് ഈ തുഷാർ പോയപ്പോൾ പറയുകയും ചെയ്തു, ഈ തുഷാർ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് മറ്റുള്ള കാര്യങ്ങളിൽ, അതായത് ഗെയിം കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. തുഷാറിനാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം കളിക്കാൻ പറ്റാതിരുന്നത് അറോറ കാരണം. പുള്ളിക്കാരിൻ്റെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ട് അറോറ അവിടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ പുള്ളിക്കാരി പറയുന്ന പോയിന്റുകളൊക്കെ സൂപ്പറാണ്. നന്നായി പോയിന്റുകൾ സംസാരിക്കാൻ അറിയാം. പക്ഷേ എന്നാലും ഒരു സേഫ് സോണിൽ നിൽക്കുന്നത് പോലെയാണ് എനിക്ക് അറോറനെ തോന്നിയിട്ടുള്ളത്. അടുത്തതായിട്ട് ദിവ്യയും വൈൽഡ് കാർഡ് എൻട്രിയാണ്. ദിവ്യ നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് പയ്യെ സംസാരിക്കാൻ അറിയില്ല. എല്ലാത്തിനും ഒരു ബാസ് ഉണ്ട്. അതാണ് പ്രശ്നം. എല്ലാവരും പിന്നെ പയ്യെ, അതായത് നമ്മൾ സോഫ്റ്റായിട്ട് സംസാരിച്ചാലും പിന്നെ ഭയങ്കര ഹാഷായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് ദിവ്യേൻ്റെ സൗണ്ട്. അത് കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പുള്ളിക്കാരി മല മറയ്ക്കുമെന്ന് പറഞ്ഞിട്ടാണ് കയറി വന്നത്. പക്ഷേ മല മറയ്ക്കുന്നതായിട്ട് കാണാനിടയായില്ല. എന്നിരുന്നാൽ കൂടി കൊട്ട് കൊടുക്കേണ്ടടുത്ത് കൊട്ട് കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരിക്കും ഈ ആഴ്ച വിജയ് സേതുപതിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നെനിക്ക് തോന്നുന്നു. ഇനി അടുത്തത് FJ. ഈ ആഴ്ചത്തെ തലയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരൻ ഈ ആഴ്ച മാനേജ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ ചോരത്തിളപ്പില്ലേ, നമ്മുടെ ഈ ഒരു ചെക്കന്മാരുടെ ഉള്ള ചോരത്തിളപ്പ്, അതാണ് ഈ FJ എന്ന് പറയുന്ന വ്യക്തി. എന്തിനും ചാടി കയറി ഇറങ്ങി അങ്ങ് പുറപ്പെടുന്നൊരു ക്യാരക്ടറാണ് FJ എന്ന് പറയുന്നത്. പിന്നെ കമറുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ല. എല്ലാവരും എങ്ങനെയൊക്കെ ആണോ അതിനനുസരിച്ച്. പിന്നെ പുള്ളിക്കാരൻ്റെ ഈ തോന്നലുണ്ടല്ലോ, ഈ ഷാനവാസ് ഖാനെ പോലെയാണ്. ഈ തോന്നലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം തോന്നലുകളാണ്. എന്നിട്ട് കുറേ കാര്യങ്ങൾ തോന്നി ചിന്തിച്ചു കൂട്ടുന്ന ഒരു പരിപാടിയാണ് കമറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി. എന്നാലും ഇപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് കയറി വരുന്നുണ്ട്. ഈ കനിയെ നമുക്ക് വേണമെങ്കിൽ ജിസയിലായിട്ട് ബന്ധപ്പെടുത്തി പറയാം. പുള്ളിക്കാരി ഇങ്ങനെ പാസമൊക്കെ വാരി വിതറി ഫുഡൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ ഇങ്ങനെ FJ പുള്ളിക്കാരിൻ്റെ ഒരു ഇതാണ്, പിന്നെ ശബരി പുള്ളിക്കാരിൻ്റെ ഒരു പിന്നെ ഇങ്ങനെ റിലേറ്റീവ് പോലെ അല്ലെങ്കിൽ സേഫ് സോൺ പോലെ ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അതിന് കുറേ കാര്യങ്ങൾ വിജയ് സേതുപതിൻ്റെ നിന്ന് കിട്ടിയിട്ടുമുണ്ട് ഈ കനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു പാവത്താനാണ് എന്ന് പറയാം, പക്ഷെ എന്നാൽ കുറച്ച് ക്രുക്കഡുമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കനിയെ കുറിച്ച്. പിന്നെ കെമിയാണ് എനിക്ക് വൺ ഓഫ് ദി ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. എൻജോയ്മെൻറ്റ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. പറയേണ്ട കാര്യങ്ങൾ പറയുക, ഗെയിമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 100% കൊടുക്കുക. നമ്മൾ പിന്നെ മലയാളം ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ കുറേ കാര്യങ്ങളിൽ പിന്നെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ തമിഴ് ബിഗ് ബോസിൽ ഒരാളുണ്ട് ഒന്നിനും പ്രശ്നം പറയാതെ അടി ഏറ്റു വാങ്ങിയിട്ട് ഗെയിമിൽ ഒറ്റയ്ക്ക് ആണുങ്ങളായിട്ടൊക്കെ നെഞ്ചും പിരിച്ച് നേരിടുന്നതായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കെമി എന്ന് പറയുന്ന വ്യക്തി. ഞാൻ പാർവതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പാർവതി എന്ന് പറയുന്ന വ്യക്തി അനുമോളെക്കാളും പിന്നെ ഒത്തിരി നല്ല ഗെയിമറാണ്.
പുള്ളിക്കാരി പോലത്തെ ഒരു ക്യാരക്ടർ ബിഗ് ബോസിൽ വേണം. ഒരു നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷേ പിന്നെ പറഞ്ഞ് പിടിച്ച് നിൽക്കുക, ഒരു 100 ആൾ വന്നാലും നേരെ എതിരിട്ട് സംസാരിക്കാൻ നിൽക്കുക, അതൊക്കെ നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യുക. പിന്നെ ഈ തിരിച്ചു വിടുക, ഈ കുത്തിത്തിരിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരിലേക്ക് വരുന്ന അമ്പുകൾ തിരിച്ചു വിടാനൊക്കെ പാർവതിക്ക് നല്ല കഴിവുണ്ട്. അനുമോളൊക്കെ നല്ല കഴിവുള്ള വ്യക്തിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കും. പിന്നെ ഈ ഫിസിക്കൽ ഗെയിമിലേക്ക് വരുമ്പം പിന്നെ ജാക്കി വെച്ചു, പിന്നെ ബസ്സിൻ്റെ പുറകിൽ പോലെ നിൽക്കുന്നു, അങ്ങനെയുള്ള രീതിയിലൊന്നും അനുമോൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാതെ പാർവതി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അത് വിജയ് സേതുപതി പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ആ വിജയ് സേതുപതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ മിസ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തതായിട്ട് വിയാന എന്ന് പറയുന്ന വ്യക്തിയാണ്. വിയാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്ത സമയം ഇങ്ങനെ സേഫായിട്ട് കളിക്കും. അതായത് സേഫായിട്ട് കളിക്കും, പക്ഷെ പറയേണ്ട പോയിന്റുകളൊക്കെ പറയുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. വിയാനൻ്റെ കാണാൻ നല്ല ഭംഗിയാണ്. FJ ആയിട്ട് ചെറിയൊരു പിന്നെ ലവ് ട്രാക്കൊക്കെ പിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. പറയേണ്ട പോയിന്റുകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ പ്രശ്നങ്ങളാണ് പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. ഇന്ന കാരണമാണ്, ഒരു സ്പൂൺ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവരോടുള്ള ദേഷ്യം കാരണമാണ്, അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന, അതായത് തൊട്ടാവാടി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് വിയാന എന്ന് പറയുന്ന വ്യക്തി. ഇനി ഗാന വിനോദാണ്. പുള്ളിക്കാരൻ്റെ കൗണ്ടർ ഒരു രക്ഷയില്ല. നമ്മുടെ ഏകദേശം ഒരു അക്ബറിനെ പോലെയാണ്. നല്ല രീതിയിൽ കൗണ്ടർ അടിക്കാൻ അറിയാം. പക്ഷേ ആവശ്യമില്ലാത്തിടത്ത് ഈ എടുത്ത് ചാടിയുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് ഈ പിന്നെ ഗാന വിനോദിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പിന്നെ ശബരിയെ സംബന്ധിച്ചിടത്തോളം ശബരി നല്ലൊരു ഇങ്ങനെ കുത്തനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശബരി പറയുന്നതാണ് വാക്ക് ബിഗ് ബോസ് ഹൗസിൽ എന്നുള്ള രീതിയിലൊക്കെ നിന്നിരുന്ന സമയത്ത് ശബരി നല്ല രീതിയിലൊന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം ശബരിനെ അധികം ആരും വില കൊടുക്കാത്തത് പോലെ എനിക്കൊരു ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരാൾക്ക് നല്ല വിലയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിവ്യ എന്ന് പറയുന്ന വ്യക്തി അവരൊരു ലവ് ട്രാക്കിലേക്ക് പോകാനുള്ള ചാൻസും ഒരു സോഫ്റ്റ് കോർണറൊക്കെ അവിടെ ഇവിടെ ആയിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഈ ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലേ, അതാണ് ശബരി എന്ന് പറയുന്ന വ്യക്തി. ഇനി വിക്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാവത്താനാണ്. ഈ എന്താ പറയുക, എല്ലാത്തിനും പിടിച്ച് ബലിയാടാക്കുന്നത് പോലെയാണ് എനിക്ക് വിക്രത്തിനെ തോന്നിയിരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, പുള്ളിക്കാരൻ ഒരാളുടെ ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അറിയാതെ അത് ഓട്ടോമാറ്റിക്കലി പല പല കാര്യങ്ങളിൽ വരുന്നു. നല്ലൊരു കൊമേഡിയനാണ്, ഒരു പാവത്താനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് മനുഷ്യ സഹജമാണ്. നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് എക്സ്പ്രസ് ചെയ്യുക. തെറ്റുകളൊക്കെ വിജയ് സേതുപതി സാറ് ഓൾറെഡി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ. അപ്പം അങ്ങനെയാണ് ഈ വിക്രത്തിനെ കാണുന്നത്. ഒരു പാവത്താനാണ് മനുഷ്യൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് സുഭിക്ഷയാണ്. സുഭിക്ഷ ആ വീട്ടിലെ ഏറ്റവും ചെറിയ ഒച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സുഭിക്ഷ പറയുന്നതിലുള്ള ക്ലാരിറ്റി, സുഭിക്ഷ മറ്റേ ഈ മുക്കുവ കുടുംബത്തിൽപ്പെട്ടതാണ്. അവിടെ നിന്ന് മീൻ പിടിക്കാൻ പോയി, അതായത് അവിടെയുള്ള അവരുടെ ആ കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾ ആരും മീൻ പിടിക്കാൻ പോയില്ല. അങ്ങനെ പോയി പിന്നെ അങ്ങനെ യൂട്യൂബിലും പിന്നെ ഇങ്ങനെ ഫേമസ് ആയി വന്ന ഒരാളാണ് സുഭിക്ഷ എന്ന് പറയുന്നത്. പക്ഷേ പുള്ളിക്കാരി പറയുന്ന ക്ലാരിറ്റി, ഗെയിമിൽ കാണിക്കുന്ന കണ്ണിങ്നെസ്, അതൊക്കെയാണ് എനിക്ക് സുഭിക്ഷയിൽ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. അടുത്തതായി രമ്യ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫ് ജീവിതത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഫാമിലി ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് ബിഗ് ബോസിൽ വന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് വൾണറബിൾ ആയി പോവുകയാണ്. എന്താ പറയുക, പിന്നെ പലതും പറയാതിരിക്കാൻ പല സമയങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാനിടയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, പുള്ളിക്കാരിൻ്റെ ഗെയിം ആയിക്കോട്ടെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ പ്രജിൻ എന്ന് പറഞ്ഞാൽ സാന്ദ്രാൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സാന്ദ്ര പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുള്ളിക്കാരനൊരു നേരിട്ടൊരു നിലപാടില്ലാത്തതുപോലെ ആ ബിഗ് ബോസ് ഹൗസിൽ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പ്രജിനും പിന്നെ ഈ രമ്യൊക്കെയാണ് ഈ ആഴ്ച ഔട്ടാവുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു. അറിയില്ല. സോ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രജിൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും എന്നിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അതും പറയാൻ ശ്രമിക്കുക. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.